ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാർ പോർച്ചും അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. വല്ലാതെ ചവറൊന്നുമില്ല, കുറച്ച് മണ്ണും അങ്ങനെ ഉള്ളതുള്ളൂ. അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ദിവസം അടിച്ചു വരണ കാരണം വല്ലാതെ ചവറൊന്നും ഉണ്ടാവില്ല, മണ്ണുണ്ടാകും. വണ്ടി അങ്ങോട്ടും കയറി ഇറങ്ങണ കാരണം, പിന്നെ മക്കൾ ഓടി കളിച്ചിട്ടുള്ള അങ്ങനത്തെ മണ്ണുകളുണ്ടാവും കേട്ടോ. സൈക്കിളൊക്കെ ഇട്ടിട്ട് ഓടിച്ച് കളിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മണ്ണുണ്ടാവും കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഞാൻ മീൻ വാങ്ങാൻ നിൽക്കുക. അപ്പം മീൻ വാങ്ങാൻ വേണം. അപ്പോൾ മീൻകാരൻ അതിൽ കൂടെ പോകണമെങ്കിൽ വിളിച്ചിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കാർ പോർച്ചിൽ വണ്ടി മോൻ കൊടുന്ന് വെച്ചുള്ള സെൻറ്ററിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ടൊന്ന് മാറ്റിയിട്ട് അവിടെ കൂടെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊന്ന് മാറ്റി സൈഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി അവിടെ കൂടെ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ ചെടിക്ക് നനക്കാണ്ടായിരുന്നു. അപ്പോൾ ചെടിക്ക് ഒരു സൈഡിൽ നിന്ന് നനച്ച് വരും കേട്ടോ. ചെടിയുടെ ഇടയിലൊക്കെ നിറച്ച് പുല്ല് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചായിട്ട് വയ്യാതെ ഇരിക്കണ കാരണം പുല്ലൊന്നും പറിക്കാനുള്ള ഇതില്ല. അപ്പോഴത്തേനും ഇതാ മീൻകാരൻ വന്നിട്ടോ, മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ചാളയും അയിലും ചെമ്മീനും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ മുറിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഇക്കാട്ടോ. അപ്പോൾ മുറിക്കണ സമയം കൊണ്ട് ഞാൻ ഈ സൈഡിലുള്ള ചെടികൾക്കൊന്ന് വെള്ളം നനക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ വെച്ചിട്ട് മീൻ മുറിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് മീൻ വാങ്ങാൻ വരുന്നോ ഒക്കെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പം മീൻ കിട്ടണ സമയത്തിനുള്ളിൽ നമുക്കിവിടെ ഒന്ന് നനച്ച് തീർക്കുകയും ചെയ്യാമല്ലോ. അപ്പോഴത്തേനും നന കഴിഞ്ഞിരിക്കണം, പൈപ്പൊക്കെ ചുട്ടിയിട്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇക്കടെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പം ഞാനത് വാങ്ങാൻ പോയിട്ട് കാശ് കൊടുക്കാൻ പോയിട്ടാണ്. അപ്പം മീൻ വാങ്ങിയിട്ട് വന്ന് ഗേറ്റ് അടച്ചിട്ട് ഇനി അകത്തേക്ക് പോയിട്ട് അകത്തുള്ള ബാക്കി പണികൾ ചെയ്യാൻ പോകേണ്ട കേട്ടോ. കൂടുതലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ചെറിയ കൂടുതൽ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അകത്തുള്ള പണിയെന്ന് വെച്ചാൽ ഇനി മീൻ കറി വെക്കണം, കറിയൊക്കെ വയ്ക്കുക, പിന്നെ കുളിക്കുക, തിരുമ്പതുള്ളൂ കേട്ടോ. അവർ പോകുമ്പോഴത്തേനും അടിയത്തോടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് ഇരിക്കണം. അവരില്ലാത്ത കാരണം അപ്പം എല്ലാം അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അവരുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു വാരിയിട്ടു കേട്ടോ. അപ്പം ഞാൻ മീൻ ഇങ്ങനെ കറിക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇതാക്കണമല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് ഗ്യാസുമ്മലല്ല വെക്കണം, അടുപ്പിലാണ് വെക്കണം. ഗ്യാസ് തീരാറായിരിക്കണം, ഇനി എപ്പോഴാണ് തീരാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അടുപ്പത്ത് കറി കൊണ്ട് വെച്ചിട്ട് പിന്നെ മീനൊക്കെ വൃത്തിയാക്കാൻ നിന്നിട്ടാ. സമയം 9:30 കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഇനി മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അതിലെ വെള്ളം എടുത്തിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ചീരയ്ക്കും മിളകിനൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്തത്. അപ്പോൾ അതുപോലെ എല്ലാതും വൃത്തിയാക്കി എടുത്തിട്ടാ. ഇനി കുറച്ച് മീൻ എടുത്തിട്ട് നമുക്ക് കായം പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സുർക്കയും ഇട്ടിട്ട് മസാല തേച്ച് വെക്കാൻ കേട്ടോ. കുറച്ച് മതി, മക്കൾക്ക് വൈകുന്നേരത്തിനല്ല വേണ്ടുള്ളൂ, ഉച്ചയ്ക്ക് ഇല്ലല്ലോ, ഞാൻ മാത്രമല്ല. അപ്പോൾ വൈകുന്നേരം മീൻ പറക്കണമല്ലോ കേട്ടോ. അത് മസാല തേച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ബാക്കി ഇനി ഉള്ള മീൻ നമുക്കിനി കറിയിലേക്ക് വെക്കണം. ഇതിങ്ങനെ കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. എന്നിട്ട് കറി തിളയ്ക്കുമ്പോഴത്തേന് എടുത്ത് അതിലേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ വലിയ പാത്രം നമുക്ക് എടുത്ത് കഴുകിയിട്ട് എടുത്ത് വയ്ക്കാമല്ലോ. ഇനി മീൻ കഴുകിയ സിങ്കും പാത്രങ്ങളും അതൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് തേച്ച് കഴുകുകയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായി കഴുകി കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്ത് കൊടുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗ്രീൻ പീസും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുട്ട വറുത്തിട്ട് ഗ്രീൻ പീസിലിട്ടിട്ട് വയ്ക്കണത്. രാവിലെ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പറഞ്ഞയക്കണ തിരക്കിലേ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മുന്നത്തെ വീഡിയോയിൽ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോയത്. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുക്കറും വാങ്ങി, കുറച്ച് ഫ്രൈ പാനും വാങ്ങി, ഒരു ചട്ടിയും വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് കുക്കർ കേട്ടോ. ഓഫർ ഉണ്ടായിരുന്നത് 3 കുക്കറിനാണ് കേട്ടോ. 2000 എത്ര ആയിരുന്നു കേട്ടോ വില ഉണ്ടായിരുന്നത്. ഇതുപോലെ ഒരു വലിയ കുക്കറുണ്ട്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ കുഞ്ഞിത് കേട്ടോ. അപ്പോൾ നല്ല കുക്കറായിരുന്നു കേട്ടോ. പ്രസ്റ്റീജ് അല്ല, ഇംപാക്സിൻ്റെ ആയിരുന്നു കേട്ടോ കുക്കർ. കേട്ടോ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുക്കറൊക്കെ കേടായിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ കാലമായി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കർ കേട്ടോ. ഇത് രണ്ടാമത്തെ കുക്കർ. ബാക്കിയുള്ള 2 കൂട്ടിയിട്ട് ഒരു മൂടിയുള്ളൂ കേട്ടോ. മറ്റേതിനെക്കാട്ടി കുറച്ച് വലുപ്പം പിന്നെ ഏറ്റവും ചെറുതട്ടോ. നമുക്ക് പരിപ്പൊക്കെ വേവിക്കാനൊക്കെ പറ്റില്ല, ചെറുതായിട്ട് കറിയൊക്കെ വെക്കുമ്പോൾ അതിനുള്ള കേട്ടോ. നല്ല ഉപകാരമുള്ള ഇതായിരുന്നു കേട്ടോ.
ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഇത്ര ഒരു ഉരുളി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടുത്തെ ഉരുളി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്നാൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചോട്ടെ. നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഇനി വിറകടുപ്പുമ്പോൾ വെക്കാൻ തോന്നുമെങ്കിൽ അതിലിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കുക്കറിൻ്റെ വില 6000 രൂപയുണ്ടാണ് കാണുന്നത്. പക്ഷേ 2000 എത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിയതാണ് കേട്ടോ ഫ്രൈ പാന്, ദോശയൊക്കെ ചട്ടി പോലത്തതും, പിന്നെ ഇതുപോലത്തെ ഒരു കടായി പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനും കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടിയിട്ടും അതേ ഓഫറിന് തന്നെ കിട്ടിയത് കേട്ടോ. അതും ഒരു 2000 സംതിങ് തന്നെ കിട്ടിയത് കേട്ടോ. അത് പ്രസ്റ്റീജിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വാറണ്ടി കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടോ. 2 കൂടിയിട്ട് ഒരു മൂടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദോശയുടെ തവയ്ക്ക് വേണ്ടല്ലോ, മൂടി വേണ്ടല്ലോ. അപ്പോൾ 2 നന്നായി പെർഫെക്റ്റായിട്ട് മൂടിയിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ അവസാനിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഡോക്ടറെ അടുത്തൊക്കെ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്യാണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിന് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അത് പോയിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബ്ലഡിൻ്റെ കുറവും പിന്നെ പ്രഷർ കുറവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ തിരക്കില്ല, തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മരുന്ന് വാങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ടോക്കൺ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ കാരണം മക്കളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് അവിടെ എത്തണം എന്നുള്ള നിലയ്ക്കാണ്ട് ഇരിക്കണത്. അപ്പോൾ മരുന്ന് വാങ്ങിയാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേന് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടിയുടെ അവിടേക്ക് പോവുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യണ കാരണം വണ്ടി ഇവിടേക്ക് വരുന്നതും കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.